കഴിഞ്ഞ മാസം കേരളക്കര മൊത്തം കണ്ട ഒരു വിനോദമായിരുന്നു ആരിഫിൻ്റെ ലണ്ടൻ ഓട്ടം. ജാതിമത ഭേദങ്ങളില്ലാതെ, താല്പര്യങ്ങൾ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കേരളക്കാരും കണ്ട് ആസ്വദിച്ചൊരു ഓട്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജോഹർക്കാണ് നമ്മളെ കൂടെ ഉള്ളത്, ജോഹർ ജമാൻ. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് മേ ബി ജോഹർക്കിനെ പരിചയം ഉണ്ടാവും. ഇനി അതില്ലാത്ത ലണ്ടൻ ഓട്ടം മാത്രം കണ്ട ആളുകളാണെങ്കിൽ അവർക്കും ആ കൂട്ടത്തിനിടയിൽ ജോഹർക്കിനെ മേ ബി കണ്ടിട്ടുണ്ടാവും. ജോഹർക്ക് ലണ്ടനിലാണുള്ളത്. എൻ്റെ വീഡിയോകളിലൊക്കെ മുമ്പ് മുതലേ വരാറാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോഹർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും നിങ്ങളൊക്കെ ക്യൂരിയസ് ആണ്, എന്താണ് അവിടെ സ്ക്രീനിന് പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്. അവിടെ ഒരു 50 മിനിറ്റിൽ നമ്മൾ ആരിഫാഗ് ഒരുങ്ങുന്നത് കണ്ടു, വേർത്തൊലിക്കുന്നത് കണ്ടു, ഉത്തരം കണ്ടു, കളവുകൾ അത്രയും ലൈവായിട്ട് പിടിക്കപ്പെടുന്നത് കണ്ടു. അവിടെ ഒരു നുണയന് ലൈവിൽ അത്ര ഇല്ലാതാവാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഇല്ലാതാവുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കിപ്പോൾ ജോഹർക്ക് നമ്മളെ കൂടെ ഈ ചേർന്നിട്ടുള്ളത് ആ സ്ക്രീനിൻ്റെ പുറത്ത്, ലൈവിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ പുറത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ആരിഫ് കുടുങ്ങിയെന്നുള്ളതാണ്. അഥവാ ആരിഫിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഇങ്ങനെ ഇരുന്ന് പറയാ, സംസാരിക്കുക. ഇപ്പോൾ കോയക്കാളിങ് അങ്ങനത്തെ പറഞ്ഞൊരു പരിപാടിയൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ആഘോഷത്തിനൊക്കെയാണ് ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ച് അവിടെ പോയത്. അതൊക്കെ ആകെ തേഞ്ഞൊട്ടി. അപ്പോൾ അതിലൊക്കെ ആൾക്കാരെ വിളിച്ചെത്തിട്ട് എന്ത് ചെയ്യുക, വോയിസ് തന്നെ കൂട്ടിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് ഭയങ്കര ഡൊമിനൻ്റ് ആയിട്ട് സംസാരിക്കുക. അപ്പുറത്തെ ആൾക്കാർ ശബ്ദം കുറവായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ഡിബേറ്റിന് വിളിച്ചാൽ പോലും ഡിബേറ്റിന് വരില്ല. അങ്ങനത്തെ പെടുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊന്നും പോയി തല വെച്ച് കൊടുക്കാത്തൊരു മനുഷ്യനാണ്. എന്നാൽ വേറെ ചില ആൾക്കാർക്ക് അങ്ങനെ തല വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇയാൾ അങ്ങനൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് മാത്രം ഇടപെട്ട്, അഥവാ 16 പെടാനേ വകുപ്പില്ലാത്ത ഒരാളാണ്. എങ്ങനെ പെട്ടു, എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പെട്ടുപോയി, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. പിന്നെ പുള്ളിയുടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ന ദിവസം സ്പീക്കേഴ്സ് കോർണർ ലണ്ടനിൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ ഞാൻ അവിടെ ഇനാക്റ്റീവാണ്. അപ്പോൾ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ US സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് വിളിച്ചതാണ് അല്ലേ. അപ്പോൾ പുള്ളിയുടെ കോയാക്കോളിൽ ഇതേപോലെ ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞ പോലെ അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. പുറത്തേക്ക് വന്നിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. സ്റ്റേജിൽ കയറിയിട്ട് റേഡിയോ സംസാരിക്കുന്ന പോലെയുള്ള വൺ വേ ടോക്ക് മാത്രമേ പുള്ളിക്കറിയുള്ളൂ. അങ്ങോട്ട് കേട്ടിട്ടുള്ള പരിചയമില്ല. അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ നമുക്ക് ഏതായാലും കിട്ടിയ ചാൻസ് അല്ലേ, നമുക്കൊന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ അതിൻ്റെ മുമ്പത്തെ ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ചയും പിന്നെ അവിടെ ഇതും കണ്ടപ്പോൾ ഏതായാലും ഞാൻ ഉറപ്പിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ച്, ഞാൻ അവിടെ എനിക്ക് തോന്നുന്നത് പുള്ളി പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എത്തുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് പുള്ളി പുള്ളി അവിടെ ഉണ്ട്, പുള്ളി പാർക്കിലുണ്ട്. പുള്ളി ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണോ അതോ ബാക്കി പുള്ളി സംസാരിക്കാണ്. പുള്ളി വേറെ പുള്ളിയുടെ കൂടെ കുറച്ച് പിന്നെ നോട്ട് ചെയ്യേണ്ടത് കുറച്ച് ക്രിസംഗികളുണ്ടായിരുന്നു കേട്ടോ. അതാണ് നോട്ട് ദ പോയിന്റ്. അപ്പോൾ ആനയിക്കുന്നത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളൊന്നും അല്ല. അതൊന്നുമല്ല. കാരണം അതങ്ങനെയാണ്, മനസ്സിലായില്ല. കാരണം പുള്ളിക്ക് ശത്രു മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, മനസ്സിലായ. പുള്ളി എത്ര ഏത്തിസ്റ്റ്, അത് ജനറലി അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈവൻ രവിചന്ദ്രൻ ആണെങ്കിലും ആരാണെങ്കിലും ശത്രുഭാഗത്ത് മുസ്ലിങ്ങൾ തന്നെ ഉള്ളൂ. അത് ആരിഫിന്റെ കണ്ടന്റ് കാണുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും നമുക്ക് ഏത് രീതിയിലൊക്കെ പൊളിറ്റിക്കൽസ് ആയി എന്നുള്ളത്, എവിടേക്കാണ് എന്താണെന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ മേൽ പറഞ്ഞ ഇവിടെ ഒന്നും പോകേണ്ട, ഇസ്രായേലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇസ്രായേല് എന്താ ഏത്തിസ്റ്റുകളെ പിന്നെ രാജ്യമാണല്ലോ അല്ലേ. അപ്പൊ എനിവേ അന്ന് അവിടെ പിന്നെ ഞാൻ ചെന്നപ്പോൾ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു പാവം പിന്നെ ഞാൻ കയറി ചെന്ന ഉടനെ തന്നെ ഒരു വെള്ളക്കാരി പെണ്ണിനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി പാവം വഴിക്ക് പോകുന്നതെന്ന് തോന്നുന്നു, പിടിച്ച് നിർത്തിയതാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആ വീഡിയോ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ അവിടെ വന്നിട്ട് നല്ല വൈറലാക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഞാൻ ലണ്ടൻ സ്പീക്കേഴ്സ് കോർണറിൽ പോയി ഒരുപാട് ആൾക്കാർ ഉത്തരം മുട്ടിച്ചു. ഇസ്ലാമിന്റെ ഭീകരതയും ഭയങ്കരതയും കണ്ട ആൾക്കാർ ഞെട്ടിപ്പോയി. അവർക്ക് ഇങ്ങനൊരു ഇസ്ലാം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ തമ്പിടാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നതായിരിക്കാം. നല്ല പ്ലാനിട്ട് നിൽക്കുകയാണ്, പക്ഷേ പണി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരുണ്ട് അവിടെ. ഞാൻ 2008-09 മുതൽ അവിടെ പാർക്കിലുള്ള ആളാണ്. പാർക്കിൽ പോയിട്ട് സംസാരിക്കാൻ നമ്മളെ ഒഴിവുള്ള സമയങ്ങളിൽ മാത്രം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ഹാഷിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാഷിമിനോട് പറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ ഇയാളെ ഒന്ന് പരിചയപ്പെടുത്തി. ഓക്കെ,
അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരാളാണ്, പിന്നെ അപ്പോൾ നമുക്കൊന്ന് ചെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹാഷിമിനെയും കൂട്ടിയിട്ട് ഞാൻ ചെന്ന ആ സമയത്ത് പിന്നെ അദ്നാൻ ജസ്റ്റ് പാർക്കിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഹാഷിമാണ് പറഞ്ഞത് നമുക്ക് അദ്നാനും കൂട്ടിയിട്ടൊന്ന് പോയാലോ, കാരണം കുറച്ച് പുള്ളിയുടെ അടുത്ത് ആകുമ്പോൾ നമുക്ക് റെഫറൻസ് എന്തെങ്കിലും ആയത്തു ഹദീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളി ബെറ്റർ ആണ്. അത് ആൾക്കാർക്ക് മനസ്സിലാവും. മെയിൻ ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്നാൻ റാഷിദ്. ജോഹർക്കിന്റെ അദ്ദേഹത്തിന്റെ ഇടയിൽ നിൽക്കുന്ന നടുവിൽ നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട് നിൽക്കുന്നതാണ് ഹാഷിമിന്റെ ഒരുപാട് ഡിബേറ്റുകളും കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഡിബേറ്റ് നടത്തുന്ന ഡിബേറ്റ് അത്ര ഉഷാറായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്നാൻ റാഷിദ് വന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ എന്ന രീതിയിൽ എന്ത് ചെയ്തു, നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പൊ അദ്നാൻ വന്നത് കറക്റ്റ് സമയത്ത് കറക്റ്റ് സമയത്ത് അദ്നാൻ അവിടെ എത്തി ഉള്ളതാണ്. ഓക്കെ, പുള്ളി അവിടെ എത്തി. അപ്പൊ പുള്ളിനോട് പറഞ്ഞു ഇതാണ് എത്തിസ്റ്റാണ്, പിന്നെ അവിടെ നമ്മളെ കേരളത്തിൽ പിന്നെ പുള്ളീനെ കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒരു ഇൻട്രോ കൊടുത്തു. പിന്നെ പുള്ളിക്ക് പിന്നെ ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പുള്ളി നേരെ കയറി ചെന്നു. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ ചോദിച്ച ചോദ്യമാണ് പിന്നെ മകളുമായിട്ടുള്ള ഈ അന്ന് ചോദിച്ച പിന്നെ നിങ്ങൾ കണ്ട ആ കേസാണ് ബാക്കി വീഡിയോന്റെ. അപ്പോൾ അതിനാണ് തിരിച്ചു ചോദിച്ചു പിന്നെ ഈ ഇൻസെസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അലൗഡ് ആണോ എന്നുള്ളത്. അപ്പോൾ എടുത്ത ഉടനെ തന്നെ ആരിഫ് പറഞ്ഞു പിന്നെ അത് പറ്റില്ല, കാരണം അത് സയൻറ്റിഫിക്കലി അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് നമ്മുടെ ആരിഫിൻ്റെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുൻ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഇവർ പറയും അത് നമ്മൾ റിലേറ്റീവ്സ് തമ്മിലുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പിന്നെ അംഗവൈകല്യമുള്ള കുട്ടികൾ അങ്ങനത്തെ കുറേ ഇതുണ്ട്. അപ്പോൾ പുള്ളി അത് എടുത്തിട്ട് കഴിഞ്ഞു. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നോ അല്ല ഇതൊന്നുമല്ല 2019 മനുപ്രസാദ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലിറ്റ്മസിന്റെ വീഡിയോ നമ്മൾ കുറെ കണ്ടതല്ല, ഇപ്പൊ അത് അവൈലബിൾ അല്ല തോന്നുന്നല്ലേ, അവര് റിമൂവ് ചെയ്തു. അത് മതവിശ്വാസികളുടെ എതിർപ്പുകൊണ്ട് അവർ ഒന്ന് കേരളത്തിലെ മതവിശ്വാസികൾ ഇത് സ്വീകരിക്കാൻ മാത്രം ധാർമ്മികമായി വളർന്നിട്ടില്ല. അപ്പൊ അത് വളർന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇൻസെസ്റ്റ് തൽക്കാലമായിട്ട് പിൻവലിച്ചു എന്ന് മാത്രം അല്ലേ. ഓക്കെ, ഇനി ഇല്ലാത്ത ബുക്കിൽ കുറച്ച് കഴിഞ്ഞാൽ തിരികെ കയറ്റാൻ സാധ്യതയുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ആ തിരികെ അതായത് 2019 പിന്നെ ഹലാലായിരുന്ന ആ ഇൻസെസ്റ്റ് ഇപ്പോൾ ഒരു ഹറാമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പണ്ട് ഹലാലായിരുന്നു അവർക്കെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ചർച്ച ഏകദേശം ഒന്ന് ചൂടായി. ഞാൻ വിട്ടുന്ന് കളി കണ്ടു, അത്ര തന്നെ. ഓക്കെ, ബാക്കിയുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അതില് അവിടെ നിന്ന് സംസാരിച്ച കുറെ ആളുകളുടെ വീഡിയോ ഇപ്പോൾ ഇനിയും ആരിഫ് പുറത്തു വിട്ടില്ല. മീൻസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് കുറച്ച് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. ആരിഫിന്റെ പേജ് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ, യൂട്യൂബ് ചാനൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ഒരാളെ വീഡിയോ എന്താണ് വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെയോ വൈറൽ കണ്ടന്റ്സ് ഉണ്ടാക്കാൻ പോയ ആള് അതുപോലും വിട്ടൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. കാര്യമില്ലല്ലോ. ഓക്കെ, പക്ഷെ നമുക്ക് കുറച്ചേരം കാത്തിരുന്ന് നോക്കാം. ഏതെങ്കിലുമൊക്കെ ചെറിയ മുറിച്ചു വരാം, അതാണല്ലോ ശീലം. പിന്നെ മേൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു പറഞ്ഞ പോലെ രണ്ടാളുകളെ ഇട്ട് ഇങ്ങോട്ട് കേട്ടിട്ടുള്ള പരിചയമല്ലല്ലോ. ഓക്കെ, ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ കഥ പറയുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, തിരിച്ചിങ്ങോട്ട് കേട്ടിട്ടുള്ള പരിചയമല്ലല്ലോ. അത് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ പുള്ളിയും പേടിച്ചു പോയി. ഓക്കെ, അതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കിടന്ന് മെഴുകുന്നത് കണ്ടോ? അയ്യോ, അതൊന്ന് കാണണം. ഓക്കെ, ലൈവായിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ ആയത്തുണ്ടെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. ആയത്തില്ല എന്നത് എന്താ പറയാ, മൂപ്പർക്ക് മേ ബി അൺകോൺഷ്യസ്ലി അറിയണ്ടാവും. പക്ഷെ പുറത്തേക്ക് വന്നു. സ്ഥിരമായിട്ട് നോണ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നോണെന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ഇല്ലാതെ, ഒന്നും നോക്കേണ്ടതില്ലാതെ തൻ്റെ യൂട്യൂബ് ചാനലിലെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്തും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ്. ആ മൂപ്പരെ സംബന്ധിച്ചൊരു കാര്യം ബ്രെയിനിന് ഇപ്പോൾ ഇത് പെട്ടെന്ന് സാഹചര്യം മാറി വിശാലിട്ടുണ്ടാവല്ലോ. സാധനം കയറി വരുന്നു, അതങ്ങ് പുറത്തേക്ക് പോയിരുന്നു. ആയത്തുണ്ടെന്ന് പറഞ്ഞേക്കാം. കോയ കോളിങ്ങിലൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ സിംപ്ലി പറയുന്നത് നമ്മളെ ഖുറാനിൽ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ പേടിക്കും. ആൾക്കാർ മൊത്തം ഖുറാൻ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അർത്ഥം എല്ലാം വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ പേടിക്കും, സ്റ്റക്കാവും. അപ്പോൾ അതേപോലെ അദ്നാൻ റാഷിദ് നേടണം, പേടിക്കണം, സ്റ്റക്കാവണം. പറയുന്നു ആയത്തുണ്ടല്ലോ, ആയത്തെടുക്ക് പറഞ്ഞ് പെട്ടുപോയി, ഇല്ലാണ്ടായി. ഏതായാലും ഒരു വഴിക്ക് പോകില്ലെന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞു പോയതാ. എത്തിയത് അദ്നാൻ റാഷിദിന്റെ മുമ്പിലാണെന്നുള്ളത് പുള്ളി മറന്നുപോയി. സീരിയസ്ലി ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി മനസ്സിലാക്കുന്നത്, ഒരു കാരണവശാലും ഇപ്പോൾ അദ്നാൻ റാഷിദിനോ ആസിമിനോ അങ്ങനത്തെ ഡിബേറ്ററോ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ശേഷം എന്താ ഇതിന് ശേഷം മുപ്പര് പോയിട്ട് വേറെ ആർക്കെങ്കിലും? അപ്പൊ ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ സംസാരത്തിന്റെ ഇടയിൽ പിന്നെ പുള്ളിക്ക് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലായി. അപ്പൊ കൂടെ വന്ന കുറച്ച് സംഖ്യകളൊക്കെ ആയിട്ടുള്ള പിന്നെ കുറച്ചാൾ ഏത്തിസ്റ്റുകളാന്ന് പറഞ്ഞു, പിന്നെ കുറച്ചാൾ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു. ഓക്കെ, എനിവേയ്സ് അതിലൊരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഇവൻ്റെ കൂടെ ഒന്ന്
ഡിബേറ്റ് ചെയ്തുവിടുക. ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴേ റെഡി അല്ലേ, നമ്മൾ കാത്തിരിപ്പല്ലേ, വർഷങ്ങളായിട്ട് കാത്തിരിപ്പല്ലേ, പുള്ളി പുറത്ത് ചാടി കിട്ടണ്ടേ എന്നുള്ളതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എത്ര തവണ പുള്ളിനെ ഒരുപാട് തവണ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളി വരാറില്ല. ഓക്കെ, പുള്ളിക്ക് അത് ഇഷ്ടമല്ല. ഇഷ്ടമല്ല, എന്തുകൊണ്ട് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അതാ ഇഷ്ടമല്ല. അങ്ങനെ കേട്ടാ മതി, അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാതെ അല്ലെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ റെഡി അല്ലേന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഈ കഴിഞ്ഞിട്ടുള്ള പിന്നെ അവിടുന്ന് പോവുകയാണ്. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പുള്ളി നൈസായിട്ട് മെല്ലെ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ മാറി പോവുകയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ അതിനുള്ള ഒരുപാട് ഇതൊക്കെ കേട്ടു. പക്ഷെ എന്തായാലും പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, പിന്നെ നമുക്കൊന്ന് പിന്നെ ഡിബേറ്റ് ചെയ്താലോ ചോദിച്ചു. എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ എനിക്ക് പാവം തോന്നി. ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നോ? നമുക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും ലാപ്ടോപ്പ് ഇങ്ങനെ ലാപ്ടോപ്പും പിന്നെ PC ഒക്കെ നമ്മൾ കയ്യിൽ വെച്ച് കണ്ടോ. ഒരു മനുഷ്യൻ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ എടുത്ത് കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ആശയം, നമ്മുടെ അടുത്ത് ലാപ്ടോപ്പ് ഇല്ല. നമ്മൾ വളരെ എന്താ പറയാ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് മൂപ്പരെ പോലെ പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ആളുണ്ടാവില്ല. നമ്മളടുത്തുള്ള കോമൺ സെൻസും ഇസ്ലാമിനെ പറ്റിയുള്ള ബേസിക് നോളജാണ്. ആ ബേസിക് നോളജും കോമൺ സെൻസും കൊണ്ട് പോയാൽ പോലും ഇത്രയും കാലമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളടുത്ത് നുണയും ഹെയ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇസ്ലാമിനെ വിമർശനം എന്നുള്ളവിടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഇങ്ങനെ ഒന്നും കയ്യിലില്ലാത്ത ജസ്റ്റ് ബേസിക് നോളജ് വെച്ച് പോകുന്ന കോമൺ സെൻസ് ഉള്ള ഒരാളടുത്ത് പോലും ഡിബേറ്റ് ചെയ്യണമെങ്കിൽ മുമ്പർക്ക് ലാപ്ടോപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ വെല്ലുവിളി ഒന്നും കൂടെ ആവർത്തിക്കാം. നിങ്ങളുടെ ലാപ്ടോപ്പ് കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വിശാലമായി കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നമുക്ക് ഡിബേറ്റ് ആവാം എന്നുകൊണ്ട് നമ്മൾ അന്ന് വെല്ലുവിളിച്ച് അതേ വെല്ലുവിളികൾ വീണ്ടും ആവർത്തിക്കുന്നു. നമുക്ക് ഡിബേറ്റ് ആവാം. നിങ്ങൾ ലാപ്ടോപ്പ് 1, 2, 3 എത്ര ലാപ്ടോപ്പ് ആണ് കയ്യിൽ വെച്ചോളൂ, എത്ര റെഫറൻസുകളാണ് വെച്ചോളൂ, നിങ്ങൾക്ക് സഹായികളായിട്ട് അപ്പുറത്തും ആളുകളാണ് സ്റ്റുഡിയോയിൽ നിറച്ചോളൂ. ഓക്കെ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. രവീന്ദ്രൻ സാർ പറഞ്ഞത് അവിടെ കുറെ ആൾക്കാർ ശബ്ദം ഉണ്ടാക്കി എന്നുള്ളതാണ്. പാവം, ശബ്ദം കേട്ട പ്രയാസം. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാത്ത അറ്റ്മോസ്ഫിയർ സ്റ്റുഡിയോയിൽ വിശാലമായി AC ഒക്കെ ഓണാക്കി ഇരുന്നോളൂ, ലാപ്ടോപ്പ് കൊണ്ട് ഇരുന്നോളൂ, നമ്മളിവിടെ ഇരിക്കാം, നമുക്ക് ഡിബേറ്റ് ആവാം. നമ്മൾ എത്ര വിഷയങ്ങൾ നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ ഒരു തവണ കൂടെ ആ വെല്ലുവിളികളുടെ കൂടെ ഒരു തവണ കൂടെ ആ വെല്ലുവിളി വെക്കുന്നു. ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ സന്നദ്ധത അറിയിക്കുക, നമുക്ക് ഡിബേറ്റ് ആവാം. ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വിശാലമായിട്ട് കംഫർട്ടായിട്ട് എന്ത് ചെയ്യാം, ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ ഒന്ന് കോയ കോളിങ്ങിന് വിളിച്ചിട്ടാ എൻ്റെ ഇടയിൽ. എന്നെ കോയ കോളിങ്ങിൽ വന്നാൽ വിളിച്ചാൽ മതി പറഞ്ഞു. അതിൽ പറഞ്ഞു, സാറേ സോറി, കക്കൂസിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം അതിൽ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അത് വളരെ നല്ലൊരു അപ്പൊ തന്നെ പിന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ UA സ്റ്റുഡിയോയിലേക്ക് പറ്റുകയാണെങ്കിൽ വരുകൊണ്ടു. അതാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ. അതാണ് എല്ലാവരും അതിൻ്റെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിഹൈൻഡ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് വളരെ വളരെ യാദൃശ്ചികമായിട്ട് അവിടെ പോയി കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി എന്താ പറയുക റീച്ചാക്കാം. ഇസ്ലാമിൽ ലണ്ടനിൽ ഇസ്ലാം അപകടത്തിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണെന്ന് ബാക്കിയുള്ള ആളുകൾ അറിയിക്കാം, ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ഒരു ധ്വനിയിൽ കണ്ടന്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് പോയ മനുഷ്യരാണ്. അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പല വശങ്ങളും ഞാൻ അറിയിച്ചു കൊടുത്തു എന്ന് ബാക്കിയുടെ അടുത്ത് പറയാം എന്ന കോൺഫിഡൻസിൽ പോയ ആളാണ് അവിടെ അങ്ങ് എന്താ പറയുക അദിനാ റാഷിദിൻ്റെ മുമ്പിൽ ഇല്ലാതാകും നമ്മൾ കണ്ടു. അപ്പോൾ വസ്തുത ഇല്ലെങ്കിൽ, കയ്യിൽ സത്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തെങ്കിലും പൊളിഞ്ഞടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. എസ്പെഷ്യലി പഠിച്ചോ അങ്ങനെ സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യം വെച്ചാൽ അവിടെ അദിനാ റാഷിദ് വരേണ്ട ഒരു അവസ്ഥയല്ല. അവിടെ പെട്ടെന്ന് അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇയാൾ പെടുന്നു. പഠിച്ചോൻ അങ്ങനെ നിരന്തരം നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് നിരന്തരം വെറുപ്പുറപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിരന്തരം അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിച്ചോൻ എവിടെയെങ്കിലും നമുക്കൊരു പിടി തരുന്നതാണ്. എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നതാണ്. അപ്പോൾ എക്സ്പോസ്ഡ് ആയി നമ്മൾ കണ്ടു. നിരന്തരം നമ്മൾ വീണ്ടും അവർ ചർച്ചയ്ക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ UAE ഒരുപാട് തവണ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൺലൈൻ സംവിധാനത്തിൽ ഇഷ്ടംപോലെ ഫുൾ ടൈം ഓൺലൈൻ ഇരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഓൺലൈൻ ഡിബേറ്റ് നമുക്ക് ആവാമെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ വിഷയം ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും സൂചിപ്പിക്കുകയാണ്. ലാപ്ടോപ്പൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വരാം. നിങ്ങൾക്ക് അന്ന് പറ്റിപ്പോയ എന്തെങ്കിലും അഭിമാനക്ഷതങ്ങൾ അത് തീർക്കാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകൾക്കായിട്ട് ചാനൽ സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.